Okay, please listen. Now we can draw the spherical shapes of the earth. These are the north pole, these are the south pole. The line connecting both poles are called longitudes. The lines connecting both the imaginary lines connecting both poles are called longitudes. Okay. These lines 0 degree. These lines are called standard meridian or a prime meridian. Standard meridian or a prime meridians. These 0 degree prime meridians divided into Earth as two hemispheres. These eastern hemisphere and these are western hemisphere. We are already studied latitudes. The biggest latitudes are 0 degree latitudes. 0 degree latitudes dividing Earth as a two hemisphere. The southern side of the equator, 0 degree, these lines are called equator. Southern side of the equator are called the southern hemisphere and northern side of the equator are called northern hemisphere. Equator 0 degree latitudes divided Earth as two equal halves. North side of the equator are called northern hemisphere. South side of the equator are called southern hemisphere. Okay. Same as longitudes. Longitudes are the lines, imaginary lines connecting to the both poles, north poles and south poles. Connecting to the north pole and south poles. The 0 degree longitudes are known as the standard meridians. 0 degree longitudes, standard meridians dividing Earth as a two hemisphere, eastern hemisphere and a western hemisphere. These are the main important things about longitudes and latitudes. The important longitudes are 0 degree prime meridian or standard meridian. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാനക രേഖാംശം എന്ന് പറയും, രേഖാംശം എന്ന് പറയും. അപ്പോൾ ഈ രേഖാംശ രേഖകൾ ഇങ്ങനെ ബോത്ത് സൈഡ്, ഈസ്റ്റിലും രേഖാംശ രേഖകളുണ്ട്, അതേപോലെ തന്നെ എങ്ങോട്ടേക്കുണ്ട്, വെസ്റ്റിലും രേഖാംശ രേഖകളുണ്ട്. ഏത് ലൈനിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട്. അപ്പം ഈ വെസ്റ്റേൺ 0 ഡിഗ്രി സ്റ്റാൻഡേർഡ് മെറിഡിയനിൽ വെസ്റ്റ് സൈഡിൽ വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും, അപ്പോൾ ഈ രേഖകൾ നമ്മൾ പറയുന്ന സമയത്ത് ഈസ്റ്റ് എന്നാണ് പറയുക. എന്തുകൊണ്ടാണ്? ഇത് ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ്. എന്ത് ഈസ്റ്റ്? ലോങ്ങിറ്റ്യൂഡ് ഈസ്റ്റ് എന്നാണ് പറയുക. ഓക്കെ. അപ്പോൾ ഇതിന് നേരെ കുറുകയായിട്ട് അല്ല പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ പറഞ്ഞു. ഏതിന് പെർപെൻഡിക്കുലറായിട്ട്? 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിന് പെർപെൻഡിക്കുലർ. 0 ഡിഗ്രി ഇതാണ് ഇക്വേറ്റർ അല്ലേ. ഇക്വേറ്ററിന് പെർപെൻഡിക്കുലറായിട്ട് അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ്സിന് പെർപെൻഡിക്കുലറായിട്ട് പോകുന്ന ലൈൻസുകളെയാണ് കേർവ്ഡ് ലൈനുകളാണ് എന്തെന്ന് പറയുന്നത്? ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറയും. മെയിൻ ഇമ്പോർട്ടൻ്റ് ലോങ്ങിറ്റ്യൂഡ്സ് ആർ ദി 0 ഡിഗ്രി സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആൻഡ് 180 ഡിഗ്രി ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇപ്പുറത്ത് എത്രയായിരിക്കും ഉണ്ടാകുക? 180 ഡിഗ്രി ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ. ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നോക്കുക. ഇതാണ് നമ്മൾ പറഞ്ഞ പ്രൈം
മെറീഡിയൻ. പ്രൈം മെറീഡിയന് നേരെ ഓപ്പോസിറ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ആൻറ്റി മെറീഡിയൻ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയും. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. അപ്പോൾ ഇത് രണ്ട് പോളിനെയും, അതായത് നോർത്ത് പോളിനെയും ബന്ധിപ്പിക്കുന്നുണ്ട്, അതേപോലെ തന്നെ സൗത്ത് പോളിനെയും ബന്ധിപ്പിക്കുന്ന ലൈനുകളാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ലോങ്ങിറ്റ്യൂഡ്സും ലാറ്റിറ്റ്യൂഡ്സും. വാട്ട് ആർ ദ മെയിൻ usage of longitudes and latitudes? To identify position of a place or things on earth. ഒരു ഭൂമിയിലുള്ള ഒരു സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിറ്റ്യൂഡ്സും ലോങ്ങിറ്റ്യൂഡ്സും. ഓക്കെ, നോക്കുക, ഇവിടെ ഇക്വേറ്റർ, ഈ പ്രൈം മെറീഡിയന് ഇങ്ങോട്ടേക്കും എന്തുണ്ട്, 30 ഡിഗ്രി 20 ഡിഗ്രി എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങോട്ട് 30 ഡിഗ്രി 45 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലൈനുകൾ പോകുന്നുണ്ട്. നോക്കുക, ഇങ്ങോട്ടേക്കുള്ളത് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും ഇങ്ങോട്ടേക്കുള്ളത് എന്ത് പറയും, വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും. അപ്പോൾ നോക്കുക, നമ്മൾ ഇന്ത്യയുടെ സ്ഥാനം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. The longitudes are angular distance east and west of the standard meridian. Longitudes are the angular distance east and west of the standard meridian. അപ്പോൾ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഓർ പ്രൈം മെറീഡിയനിൽ ഈസ്റ്റിലേക്കും അതേപോലെ തന്നെ വെസ്റ്റിലേക്കുള്ള ആംഗുലാർ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. Lines of longitudes are imaginary lines connecting the same angular distance with the reference of the standard meridian. അപ്പോൾ സ്റ്റാൻഡേർഡ് മെറീഡിയന് റെഫറൻസ് ആയിട്ട് വരയ്ക്കുന്ന അല്ലെങ്കിൽ രണ്ട് പോളിനെയും, നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും ബന്ധിപ്പിക്കുന്ന ലൈനുകളാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓൾ ദി ലൈൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ്സ് കവറേജ് അറ്റ് ബോത്ത് പോൾസ്. There are 180 degrees of longitudes on either side of the standard meridian. അപ്പം രണ്ട് സൈഡിൽ, ഇപ്പോൾ സ്റ്റാൻഡേർഡ് മെറീഡിയൻ അല്ലെങ്കിൽ പ്രൈം മെറീഡിയനിൽ ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് 180 ഡിഗ്രി ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് എന്തുണ്ട്, 180 ഡിഗ്രി ഉണ്ടാവും. അപ്പോൾ ഈ 180 ഡിഗ്രിയാണ് നമ്മൾ പറയുന്നത് എന്ത്, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈന് എന്ന് പറയുന്നത്. ഓക്കെ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയാം. അപ്പം അതാണ് സ്റ്റാൻഡേർഡ് മെറീഡിയൻ. പ്ലീസ് ഒബ്സർവ് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 68. ഐഡൻറ്റിഫൈ ദ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഇൻ ദി ഫിഗർ ബിലോ. വാട്ട് ഈസ് ദ ആംഗുലാർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ആൻഡ് ദ ലൈൻ ഓഫ് ദി ലോങ്ങിറ്റ്യൂഡ്സ് ഓപ്പോസിറ്റ് ടു ദി 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലുണ്ട് എന്ത്, 90 ഡിഗ്രി 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി ഇങ്ങനെ പോകും. ദ ലോങ്ങിറ്റ്യൂഡ്സ് അലോങ് ദ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ ആർ കോൾഡ് ദ ഈസ്റ്റ് ലോങ്ങിറ്റ്യൂഡ്സ് ആൻഡ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ ആർ കോൾഡ് ദ വെസ്റ്റ് ലോങ്ങിറ്റ്യൂഡ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇപ്പം ഇവിടെയുള്ള ലോങ്ങിറ്റ്യൂഡ്സിന് നമ്മളെന്ത് പറയും, ഈസ്റ്റേൺ ലോങ്ങിറ്റ്യൂഡ്സ് എന്നാണ് പറയുക. ഏത്, പ്രൈം മെറീഡിയന് ഈസ്റ്റ് സൈഡിലുള്ള ലോങ്ങിറ്റ്യൂഡ്സിന് നമ്മൾ ഈസ്റ്റേൺ ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറയും. പ്രൈം മെറീഡിയന് ഓർ സ്റ്റാൻഡേർഡ് മെറീഡിയന് വെസ്റ്റ് സൈഡിലുള്ള ലോങ്ങിറ്റ്യൂഡ്സിനെ നമ്മളെന്ത് പറയും, വെസ്റ്റേൺ ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറയും. അപ്പോൾ ഒരു അളവ് പറയുന്ന സമയത്ത് നമ്മളുടെ രാജ്യം എവിടെയാണോ ആ രാജ്യം എവിടെയാണോ നിൽക്കുന്നത്, ഏത് ഹെമിസ്ഫിയറിലാണോ നിൽക്കുന്നത്, നമുക്ക് ഉദാഹരണത്തിന് ഇന്ത്യ എടുക്കാം. ഇതാണ് ഇന്ത്യ അല്ലേ. അപ്പോൾ ഇന്ത്യ നോക്കുക, ഇക്വേറ്ററാണ് അല്ലേ. അപ്പോൾ ഇക്വേറ്റർ നമ്മൾ ആദ്യം ലാറ്റിറ്റ്യൂഡ്സ് നോക്കാം. ആദ്യം ലാറ്റിറ്റ്യൂഡാണ് അല്ലേ. ഈ ലാറ്റിറ്റ്യൂഡ് നോക്കാം. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് നോക്കുമ്പോൾ ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ ആണോ സദേൺ ഹെമിസ്ഫിയർ ആണോ നമ്മൾ മനസ്സിലാക്കണം. ഇക്വേറ്ററിന് നോർത്ത് സൈഡിൽ നോർത്തേൺ ഹെമിസ്ഫിയറാണ്. ഇക്വേറ്ററിന് നോർത്ത് സൈഡിൽ എന്താണ്, നോർത്തേൺ ഹെമിസ്ഫിയറാണ്. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ ഇന്ത്യ ഏതു ഹെമിസ്ഫിയറിലാണെന്ന് നമുക്കറിയാം, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഇക്വേറ്ററിന് സൗത്തിൽ എന്താണ് അല്ലേ, സദേൺ ഹെമിസ്ഫിയർ. അപ്പോൾ ഓസ്ട്രേലിയ ഏതിലാണെന്ന് നമുക്ക് പറയാം, സദേൺ ഹെമിസ്ഫിയറിലാണെന്ന് നമുക്ക് പറയാം. ഇതാണ് ഓസ്ട്രേലിയ അല്ലേ. ഇനി
ഇന്ത്യയുടെ സ്ഥാനം നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. എന്തിനനുസരിച്ച്? ഇക്വേറ്ററിൽ നമ്മുടെ ഇക്വേറ്ററിനെ ബേസ് ചെയ്തിട്ട് ലാറ്റിറ്റ്യൂഡ് പറയാം. ലാറ്റിറ്റ്യൂഡൽ പൊസിഷൻ ഓഫ് ഇന്ത്യ സിറ്റുവേറ്റഡ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. ഇനി ബേസ്ഡ് ഓൺ ദി പ്രൈം മെറീഡിയൻ, ഇന്ത്യ അതാ പ്രൈം മെറീഡിയൻ, ഇതാണ് പ്രൈം മെറീഡിയൻ അല്ലേ, 0 ഡിഗ്രി പ്രൈം മെറീഡിയൻ. ഈ 0 ഡിഗ്രി പ്രൈം മെറീഡിയന് ഈ സൈഡിൽ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും ഈ സൈഡിനെ നമ്മളെന്ത് പറയും? വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും പറയും. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ലോങ്ങിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഏത് ഹെമിസ്ഫിയറിലാണുള്ളത്? ഇവിടെ നിന്ന് ഇങ്ങനെ പകുതിയാക്കി കഴിഞ്ഞാൽ ഏത് ഹെമിസ്ഫിയറിലാണ്? ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ സ്ഥാനനിർണ്ണയത്തിന് പ്രൈം മെറീഡിയനെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ലോങ്ങിറ്റ്യൂഡ് പറയുന്ന സമയത്ത് ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലും ലാറ്റിറ്റ്യൂഡ്സ് പൊസിഷൻ പറയുന്ന സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഉള്ളത്. മനസ്സിലാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഇതാണ് പ്രൈം മെറീഡിയൻ അല്ലേ. പ്രൈം മെറീഡിയനെ ബേസ് ചെയ്തിട്ട്, പ്രൈം മെറീഡിയൻ എന്ന് പറഞ്ഞാൽ ലോങ്ങിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ട് ലോങ്ങിറ്റ്യൂഡിൻ്റെ ഈ സൈഡ് ഈസ്റ്റ് സൈഡാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ദ ലോങ്ങിറ്റ്യൂഡ്സ് അലോങ് ദ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ ആർ കോൾഡ് ഈസ്റ്റ് ലോങ്ങിറ്റ്യൂഡ്സ്. ലോങ്ങിറ്റ്യൂഡ് അലോങ് ദ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ ആർ കോൾഡ് ഈസ്റ്റ് ലോങ്ങിറ്റ്യൂഡ്സ്. ലോങ്ങിറ്റ്യൂഡ്സ് ആർ ദ വെസ്റ്റേൺ ഹെമിസ്ഫിയർ ആർ കോൾഡ് വെസ്റ്റേൺ ലോങ്ങിറ്റ്യൂഡ്സ്. അപ്പോൾ വെസ്റ്റേൺ ഹെമിസ്ഫിയറിലെ ലോങ്ങിറ്റ്യൂഡ്സ് നമ്മൾ വെസ്റ്റേൺ ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറയും. ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലെ ലോങ്ങിറ്റ്യൂഡിനെ ഈസ്റ്റേൺ ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറയും. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ്. ലോങ്ങിറ്റ്യൂഡ്സ് പറയുമ്പോൾ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ്. അതേപോലെ തന്നെ ലാറ്റിറ്റ്യൂഡ്സ് പറയുന്ന സമയത്ത് എന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഓക്കെ, നോക്കുക, ഇതാണ് ഇക്വേറ്റർ. ഇക്വേറ്ററിന് നേരെ മുകളിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കൊണ്ടുപോകാൻ പോകുന്നത് അല്ലേ. 23½ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഏതെല്ലോ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലേ. പ്രധാനപ്പെട്ട ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നോക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നതെന്നുള്ളത് ഗ്ലോബ് നോക്കിയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ മാപ്പ് വീട്ടിലുണ്ടെങ്കിൽ മാപ്പ് നോക്കിയിട്ടോ എന്ത് ചെയ്യുക, കണ്ടെത്തുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പൊസിഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ ലൊക്കേഷൻസ് ഓഫ് ദ India from the given map. Please observe the map. Okay, we have already discussed the positions of the India. നോക്കുക, these lines are latitudes. These lines are latitudes. Okay, these are the latitudes. These are the longitudes. Okay, നമ്മൾ പറഞ്ഞ ലോങ്ങിറ്റ്യൂഡ്സ് പൊസിഷൻ ഓർ ലാറ്റിറ്റ്യൂഡൽ പൊസിഷൻസ്. അപ്പോൾ ഇന്ത്യൻ്റെ പൊസിഷനാണ് നമ്മൾ പറയേണ്ടത്. ലോങ്ങിറ്റ്യൂഡ് പറയുകയാണെങ്കിൽ 38 ഡിഗ്രി നോർത്ത്. അപ്പം നമ്മൾ പറഞ്ഞു നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് എന്തുള്ളത്? ഇന്ത്യ ഉള്ളത് അല്ലേ. ഇതിന് തൊട്ട് താഴെയാണ് ഇക്വേറ്റർ, ഇതിൻ്റെ തൊട്ട് താഴെ കൂടിയാണ് ഇക്വേറ്റർ പോകുന്നത്. അപ്പോൾ ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ പറയുന്ന സമയത്ത് നമ്മൾ 38 ഡിഗ്രി നോർത്തും അതേപോലെ തന്നെ 80 ഡിഗ്രി നോർത്തും. അപ്പം ലാറ്റിറ്റ്യൂഡ്സ് ബിറ്റ്വീൻ 8 ഡിഗ്രി നോർത്ത് ആൻഡ് 38 ഡിഗ്രി നോർത്ത്. ലോങ്ങിറ്റ്യൂഡ്സ് ബിറ്റ്വീൻ 68 ഡിഗ്രി ഈസ്റ്റ്, between 68 degree east and 98 degree east. ശ്രദ്ധിക്കണേ. അപ്പം നമ്മൾ പറഞ്ഞ ഇവിടെയായിരിക്കും എന്തുണ്ടാകുക? 0 ഡിഗ്രി പ്രൈം മെറീഡിയൻ. പ്രൈം മെറീഡിയന് ഈ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റേൺ സൈഡ്. അപ്പോൾ ഈസ്റ്റേൺ സൈഡിലുള്ള ലാറ്റിറ്റ്യൂഡ്സ് നമ്മൾ എന്ത് പറയും? ഈസ്റ്റേൺ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും. ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറയും. ഈസ്റ്റേൺ സൈഡിലുള്ള ലോങ്ങിറ്റ്യൂഡ്സിന് ഈസ്റ്റേൺ ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറയും. ഇനി നോർത്തേൺ സൈഡിലുള്ള ലാറ്റിറ്റ്യൂഡ്സ് നമ്മൾ എന്ത് പറയും? നോർത്തേൺ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും. അപ്പോൾ ഇന്ത്യയുടെ പൊസിഷൻ എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലും. ഇനി പ്രൈം മെറീഡിയനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഗ്ലോബിനെ രണ്ട് ഈക്വൽ പൊസിഷനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം.
ഒന്ന് ലോങ്ങിറ്റ്യൂഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 0 ഡിഗ്രി പ്രൈം മെറീഡിയനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഈസ്റ്റേൺ ഹെമിസ്ഫിയറും അതേപോലെ തന്നെ ഇത് വെസ്റ്റേൺ ഹെമിസ്ഫിയറുമാണ്. ഓക്കെ, ഇനി നമ്മൾ 0 ഡിഗ്രി ഇക്വേറ്റർ അല്ലേ, ലാറ്റിറ്റ്യൂഡ്സ് 0 ഡിഗ്രി ഇക്വേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നോർത്തേൺ ഹെമിസ്ഫിയറും ഇത് സദേൺ ഹെമിസ്ഫിയറുമാണ്. അപ്പോൾ ഇന്ത്യയുടെ പൊസിഷൻ നമ്മൾ പറഞ്ഞു, ഇതാണ് ഇന്ത്യ ഇവിടെയാണ്. അപ്പോൾ ഇന്ത്യ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അതേപോലെ തന്നെ നമ്മളെ പ്രൈം മെറീഡിയനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ ഇന്ത്യയുടെ പൊസിഷൻ പറയുന്ന സമയത്ത് ഇങ്ങനെയാണ് എന്ത് പോയിട്ടുണ്ടാകുക, ലാറ്റിറ്റ്യൂഡ് പോയിട്ടുണ്ടാകുക അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡൽ പൊസിഷൻ പറയുകയാണെങ്കിൽ 8 ഡിഗ്രി നോർത്ത് ആൻഡ് 38 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ്സ്. ഇനി ലോങ്ങിറ്റ്യൂഡ് പറയുകയാണെങ്കിലോ ഇങ്ങനെ വരും അല്ലേ. അപ്പം ലോങ്ങിറ്റ്യൂഡ് പറയുകയാണെങ്കിൽ 98 ഡിഗ്രി 98 ഡിഗ്രി ഈസ്റ്റ്, അതേപോലെ തന്നെ 68 ഡിഗ്രി ഈസ്റ്റ്. അപ്പോൾ നമുക്ക് കറക്റ്റ് പൊസിഷൻ അറിയാൻ വേണ്ടി കഴിഞ്ഞു, ഇതിൻ്റെ ഇന്ത്യയുടെ കറക്റ്റ് പൊസിഷൻ അറിയാൻ വേണ്ടി. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു സ്ഥാനം നമുക്ക് ഏതിനെ ബേസ് ചെയ്തിട്ട്, ലാറ്റിറ്റ്യൂഡിനെയും ലോങ്ങിറ്റ്യൂഡിനെയും ബേസ് ചെയ്തിട്ട് പറയാൻ വേണ്ടി കഴിയും. ഓക്കെ.